ചേച്ചി എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? ജ്വല്ലറി ഷോപ്പിംഗ് ആയതുകൊണ്ട് ഞാൻ തനിച്ചു വന്നാൽ മതിയെന്നാ വിചാരിച്ചിരുന്നത്. ചേച്ചി ഇത് ഓൾ ടൈം സക്സസ്ഫുൾ പ്ലാൻ ആണ്. ഫെയിൽ ആകാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ ഡിസൈഡ് ചെയ്ത് ആരെ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ അവൻ അപമാനം കൊണ്ട് നൊന്ത് പെടഞ്ഞ് എന്റെ കൂട്ടുകെട്ടും വേണ്ടെന്ന് പറഞ്ഞ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ചേച്ചി ഒന്ന് മൂളിയാ മാത്രം മതി, പിന്നെ അല്ലേ തമാശ. നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല, ഗ്യാരണ്ടിയും ഇല്ല. ചേച്ചി ചേച്ചി ഒരു തവണയൊന്ന് ഏസെന്ന് പറ, പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് കണ്ടോ? ഇപ്പൊ എന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നില്ല. നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ, എന്റെ മനസ്സിപ്പോ ശരിയല്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളുടെ ടെൻഷനില്ല. ഇവരെ രണ്ടുപേരുടെ കാര്യത്തിലുള്ള ടെൻഷൻ അല്ലാതെ വേറെ ടെൻഷനോ? അതെന്ത് ടെൻഷനാ ചേച്ചി? ഒരുപാട് ചോദ്യങ്ങളൊന്നും നീ ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കണ്ട. പറയുന്നത് മാത്രം ചെയ്താൽ മതി, അതാ നിന്റെ ജോലി. ഞാനിത് നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിന്റെ സ്വരൂപം പുറത്തെടുക്കണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. എന്റെ ബ്രദറെ, നിന്റെ മലമറിക്കുന്ന ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എത്ര നേരമായി? ഇനി നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. സുമേഷേട്ടാ, ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നല്ല പോലെ തിങ്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ശരി, നിന്റെ ഡീപ് തിങ്കിങ് കഴിഞ്ഞെങ്കിൽ ആ വായെന്ന് തുറന്ന് എന്തേലും ഒന്ന് പറയും. അങ്ങനെ ചോദിക്ക് സുമേഷേട്ടാ. നിങ്ങളുടെ മീനാക്ഷിയുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു. ഏതാ സ്ഥലം? നമ്മുടെ കടവന്ത്രയില്. അതെ, പിന്നെ എനിക്ക് ഷോപ്പ് തുറക്കാൻ സമയമായി. കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ബൈ ബൈ ബൈ. പോവല്ലേ? അല്ല, ഇവൻ ഇവിടെ എന്റെ നാട്ടില് പാനിപ്പൂരി വിറ്റ് ഈ റേഞ്ചിലെ ബിൽഡപ്പ് എന്റെ അടുത്ത് ഇറക്കുന്നു. എടാ കാട്ടുകാരടി, നീ എങ്ങനെയാടാ ഇവിടെ വന്നേ? അമ്മ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. ആ, ഇങ്ങനെ കഥയടിക്കാനല്ലാതെ നിന്നെ എന്തിനു കൊള്ളാം? പേടിപ്പിക്കാനായിട്ട്. ഏയ് സുഹാസിനി, മൊത്തം പേയ്മെന്റ് നീ തന്നെ കൊടുക്കണ്ട. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല മോളെ, നീ എന്താ വാങ്ങി അതിന്റെ മാത്രം കാശ് നീ കൊടുക്ക്. ബാക്കിയുള്ളത് എന്റെ കൊച്ചുമകന്റെ പെണ്ണിനുള്ളതാണ്. അതിനുള്ള കാശ് ഞാൻ കൊടുത്തോളാം. എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇത് ഞാൻ സ്നേഹത്തോടെ നൽകുന്ന സ്വർണമാണ്. എന്റെ കൈ കാശില്ലാന്നൊന്നും നീ വിചാരിക്കണ്ട. അല്ലമ്മേ, അത് പിന്നെ ഞാൻ അമ്മയൊന്നുമില്ല, ഒരു ഗുമ്മയൊന്നുമില്ല മോളെ. ഈ ഞാനെന്ന് വെച്ചാ തമാശയാണെന്നാണോ? ഞാൻ ഒരുപാട് കാശൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നു തന്നെയാണ്. സതീഷ്, ഇതെല്ലാം കൊണ്ടുപോയി മേഡത്തിന്റെ കാറിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് വാ. താങ്ക് യു. വരൂ.
അയ്യോ ഇതിനെന്ത് പറ്റി? ഇതെന്താ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ചേച്ചി, കള്ളന്മാരെ കണ്ടുപിടിക്കുമ്പോൾ ശബ്ദമല്ലേ കേൾക്കുന്നത്? ബില്ലെല്ലാം കറക്റ്റായിട്ട് തന്നെ അടച്ചല്ലോ അല്ലേ? ബില്ലിങ് ചെയ്യുന്നത് നീയും കണ്ടതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാനേജർ, എന്തു പറ്റി? എന്തിനാ ഇത് അലാം അടിക്കുന്നേ? സോറി മാഡം, ചില സമയം സ്വർണം വാങ്ങിയിട്ട് ടാഗ് റിമൂവ് ചെയ്യാതെ പുറത്തേക്ക് പോയാൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബില്ലിംഗ് സമയത്ത് താങ്കൾ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടതല്ലേ? ഉറപ്പായിട്ടും മാഡം, ഞാൻ തന്നെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. മാഡം, നിങ്ങളൊന്ന് നിൽക്കൂ. നിങ്ങളുടെ ബാഗൊന്ന് തുറക്കൂ, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. നോക്ക്, ചിലപ്പോൾ ആ മെഷീന്റെ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾ ശരിക്കൊന്ന് ചെക്ക് ചെയ്യും. ഇവള് സംസ്കാരം കൂടുതലുള്ള വീട്ടിലേ, അതുകൊണ്ട് ബാഗിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. സയറിനടിച്ച പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റൂ മാഡം. പ്ലീസ് കോപ്പറേറ്റ് ചെയ്യണം. ശരി. അമൂല്യ, നിന്റെ ബാഗ് തുറന്ന് കാണിക്കും. ഇവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. സുമ, ഇവിടെ വരൂ. ഈ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യും. ഇപ്പൊ എന്തു പറയുന്നു മാഡം? ഈ ആഭരണം ബില്ലിങ്ങിലേക്ക് കൊണ്ടുവന്നതേ ഇല്ലായിരുന്നു. ഈ പെണ്ണ് ആരും കാണാതെ ഇത് എടുത്തോണ്ട് പോകാൻ ശ്രമിച്ചതാ. അയ്യോ അല്ല, ഈ സ്വർണ്ണം എങ്ങനെ എന്റെ ബാഗിൽ വന്നെന്ന് എനിക്ക് അറിയില്ല. പിടിച്ചു കഴിയുമ്പോ എല്ലാ കള്ളികളും ഇത് തന്നെയാ പറയാറ്. സുഹാസിനി മേഡവും നിങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര റെസ്പെക്ട് തന്നേ. ഛേ, നോക്കാരുതേ, ആരുതേ ഒരക്ഷരം മിണ്ടരുത്. ഇനി എങ്ങാനും മിണ്ടിക്കഴിഞ്ഞ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും. ആരതി ഒന്നും മിണ്ടില്ല. ആരതി പാവമാണ്. ആരൊക്കെ എന്ത് ചെയ്താലും ആരതി സഹിച്ചോണ്ട് നിൽക്കുന്നു നീ വിചാരിച്ചോ? വിക്കിയെ കൊണ്ട് എങ്ങനെയാലും നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച അത് ആരതി അങ്ങ് സമ്മതിച്ചു തരും എന്നായിരുന്നില്ലേ നിന്റെ പ്ലാൻ? അതായിരുന്നില്ലേ നിന്റെ മനസ്സിലിരിപ്പ്? തല കുനിച്ച് നിൽക്കേണ്ടടുത്ത് മാത്രമേ ആരതി തല കുനിച്ച് നിൽക്കൂ. തലയ്ക്ക് അടിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോഴും ഞാൻ മിണ്ടാതിരിക്കുന്നു നീ കരുതിയോ? പാവമായിട്ടിരിക്കാൻ എനിക്കറിയാമെങ്കിൽ അതിന് വിപരീതമായിട്ട് പെരുമാറാനും ആരതിക്ക് അറിയാം. എന്റെ പിന്നാലെ വന്ന 3 അനിയത്തിമാരെ ഞാൻ വളർത്തിയിട്ടുണ്ട്. ദാനം കൊടുക്കാനും അറിയാം, ദണ്ഡന കൊടുക്കാനും അറിയാം. എന്റെ അനിയത്തിമാർക്ക് വേണ്ടി എല്ലാം സഹിക്കുന്ന ഒരു പാവം പെണ്ണാണ് ഞാൻ. എന്നാൽ നിന്നെപ്പോലുള്ളവരുടെ മുന്നിൽ രാക്ഷസിയാവുന്നതാ നല്ലത്. എനിക്ക് മറ്റൊരു മുഖമുണ്ട്, അത് നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കാണ്, നീ മാത്രം സംസാരിക്കും.
തെറ്റിന് മീതെ തെറ്റുകൾ വീണ്ടും ചെയ്തോണ്ടിരുന്ന ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള പണി ദൈവം തരും. എന്തിനെങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഞാൻ എങ്ങനെ ഈ സമയത്ത് ഇവിടെ എത്തി എന്നായിരിക്കും അല്ലേ? വിക്കി, വേദാന്ത് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. നമ്മൾ വേഗം അമ്പലത്തിൽ പോണം. വരും. ഈ അമ്പലത്തിലേക്ക് തന്നെ എങ്ങനെ ഞാൻ കൃത്യമായിട്ട് വന്നു എന്ന് നീ ആലോചിക്കണ്ട. അതും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നീ ക്യാബിനിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ സംശയം തോന്നിയതാ. ഞാൻ അപ്പൊ തന്നെ വിക്കിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വിക്കി എന്റെ മെസ്സേജിന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ തരാറുണ്ട്. ഇന്ന് എനിക്ക് അതുപോലെ റിപ്ലൈ കിട്ടി. അരുണാചലേശ്വരന്റെ അമ്പലത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന്. അന്നേരം നിങ്ങൾ ഓഫീസിൽ നിന്നൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ അങ്ങനെയൊന്നും കൈവിടില്ല ശാരിക. നല്ലത് ചെയ്യുന്നവർക്ക് എപ്പോഴും ദൈവം കൂടെ കാണുന്നുള്ളതിന് ഇതാണ് ഉദാഹരണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടത് ഭാഗത്ത് നിന്ന് പൂക്കൾ താഴെ വീണപ്പോ എനിക്ക് മനസ്സിലായിരുന്നു എന്തോ തെറ്റ് സംഭവിക്കാൻ പോവാണ് എന്നുള്ളത്. ഇത്രയും നാള് നീ കളിച്ചത് മതി ആരതി. വിക്കി എനിക്ക് വേണം. നീ ഇനി അവന്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല. ഇത്രയൊക്കെ കിട്ടിയിട്ട് നിനക്ക് ബുദ്ധി വന്നിട്ടില്ല അല്ലേ? ഇതാണ് അവസാനം. ഇനി വിക്കിയെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല നീ. ഇതുപോലെ എന്തേലും ഒപ്പിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഇത്രയും നാള് നീ കണ്ട ആരതി ആയിരിക്കില്ല. എന്റെ മറ്റൊരു മുഖം കൂടി നീ കാണും. സുഹാസിനി, നീ എന്തായി കാണിച്ചത്? പിന്നെന്താ വേണ്ടത്? ഇവർക്ക് സമ്മാനം കൊടുക്കണം. ഇവര് ഫാമിലി ആയിട്ട് വരുമ്പോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ നമ്മുടെ കൂടെ വരുമ്പോ എന്തിനാ ഇങ്ങനെ ചീപ്പായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? മാനവും മര്യാദയില്ലാത്ത അന്തസ്സില്ലാത്ത ആൾക്കാർ. പക്ഷെ നമ്മൾ അങ്ങനല്ലല്ലോ. ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ എന്തിനാ നമ്മൾ നാണം കെടുന്നത്? സുഹാസിനി, എന്ത് തന്നെയായാലും അന്വേഷിക്കാതെ തീരുമാനമെടുക്കാൻ പാടില്ല. നോക്കുമോനെ, ഇത് അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും. ഞങ്ങളെ വിട്ടേക്ക്. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ഇത് ബാഗ് ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയതല്ലേ? എന്താ അല്ലേ? ഇവർ ഈ ഡയമണ്ട് ആഭരണം ഇത്രയും നിസ്സാരമായിട്ട് മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിൽ ഞങ്ങൾക്കിത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല മേഡം. എനിക്കിത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്ത് ഇവളൊക്കെ കള്ളന്മാരുടെ കുടുംബത്തിൽ പറഞ്ഞതാ. എല്ലാം ജനിച്ചപ്പോ മുതല് കള്ളന്മാരാ.
എല്ലാരും എന്താ ഇങ്ങനെ നോക്കുന്നത്? അമൂല്യക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അവിടെ ഉണ്ടാവും. എല്ലാരും കൂടെ ചേർന്ന് ഇവളെ ട്രാപ്പിലാക്കുന്നതാ. ഇവളായിട്ട് ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സർ, ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ഇതിൽ തെറ്റ് ഇവരുടെ ഭാഗത്ത് മാത്രമാണ്. കുറച്ചു മുമ്പ് ഒരു മിനിറ്റ്, ഞാൻ എന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യുക. അമൂല്യ ഒരു തെറ്റും ചെയ്യാനുള്ള സാധ്യതയില്ല. ഇവളെ പോലീസിൽ ഏൽപ്പിക്കുന്നു പറയാൻ നീ ആരാ? ഇനിയും ഇവളെ പറ്റി അനാവശ്യം പറഞ്ഞ ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക. അതങ്ങനെയല്ല സർ. ഈ മാല ഇവരുടെ ബാഗിൽ നിന്നാണ് കിട്ടിയത്. ഇതിന് ബില്ല് പോലും അടിച്ചിട്ടില്ല. അത് നിങ്ങളിപ്പോ കണ്ട കാര്യം. പക്ഷെ അത് സത്യമാവണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. വേറെ ആരെങ്കിലും അമൂല്യയുടെ ബാഗില് ഇത് വെച്ചിട്ട് പോയതാണെങ്കിലോ? വേറെ ആരെങ്കിലും ഇവിടെ വന്ന് എന്തിനാ സാർ ഇങ്ങനെ ചെയ്യുന്നേ? എന്തിനാ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് തന്നെയായിരിക്കും സംഭവിച്ചത്. നിങ്ങൾക്ക് അത്രയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ CCTV ഫുട്ടേജ് എടുത്ത് ചെക്ക് ചെയ്യേ. അപ്പൊ അറിയാലോ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തിനാ വെറുതെ സമയം കളയുന്നേ? ഈ പെണ്ണിനെ കണ്ടാ എന്താടോ ഇവളെ കണ്ടു കഴിഞ്ഞാൽ എന്താ? തൊന്നെ പോലുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് ഇങ്ങനെയാണോ? അവരിട്ടിരിക്കുന്ന ഡ്രസ്സാണോ അവരുടെ സ്വഭാവം തീരുമാനിക്കുന്നത്? നല്ല പളപള മിന്നുന്ന കുപ്പായിട്ട് കഴിഞ്ഞാൽ അവര് നല്ല ആൾക്കാര്. സ്റ്റാറ്റസ് എന്നും പറഞ്ഞ് മുഖത്ത് ചായം പൂശി നടക്കുന്നവരെല്ലാം വളരെ നല്ല ആൾക്കാരല്ലേ? സിമ്പിളായി നടക്കുന്നവര് കള്ളന്മാര് അല്ലേ? ഒരാളുടെ വ്യക്തിത്വം അവരിട്ടിരിക്കുന്ന ഡ്രസ്സിലല്ല, ഒരാളുടെ പേഴ്സണാലിറ്റി അയാൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നതിലുമല്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കള്ളം അധിക നാൾ മൂടി വെക്കാൻ സാധിക്കില്ല. തോനിനി എന്തൊക്കെ അനാവശ്യം പറയുകയാണെങ്കിലും ആ കള്ളം സത്യമാവുകയില്ല. അമൂല്യ എങ്ങനത്തെ കുട്ടിയാന്നുള്ളതിന് എനിക്ക് സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ CCTV ഫുട്ടേജ് നോക്കി പ്രൂഫും കൊണ്ട് എന്റെ അടുത്തേക്ക് വാ, എന്നിട്ട് തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആഭരണത്തിന് എത്രയാണോ വില അത് ഞാൻ നിങ്ങൾക്ക് തന്ന് പബ്ലിക്കിന് മുന്നിൽ സോറിയും പറഞ്ഞു പോയേക്കാം. വാ അമൂല്യ, വാ. നിന്റെ കൂടെ ഞാനുണ്ട് അമൂല്യ, നീ പേടിക്കണ്ട. ഇതാ പുതിയ ഇൻഫർമേഷൻ നീ പറഞ്ഞപ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നു. മീനാക്ഷി വളരെ നല്ല കുട്ടിയാണെന്ന്. അതെല്ലാം വിട്ടിപ്പോ ഞാൻ മീനാക്ഷിയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാലോ? എന്ത് ചെയ്യുമെന്ന് പറയേ നീ. കാന്തണ്ണ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയോ? പാനിപ്പൂരി വണ്ടിയും കൊണ്ട് ഞാൻ എല്ലാ നാട്ടിലും പോയി. മധുരയിൽ തന്നെ അവളുടെ വീട്. എനിക്ക് പോകാൻ സമയം. ബൈ ബൈ ബൈ. എടാ പോടാ, നീ പോ. ഏതേലും പൊട്ടക്കിണറ്റിൽ നിന്ന് ചീഞ്ഞ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് പാനിപ്പൂരി ഉണ്ടാക്കി കൊടുക്കുന്നവനല്ലേ നീ? ഇവരാരാന്ന് നിനക്കറിയോ? പറ്റി എനിക്കല്ലാതെ വേറെ ആർക്കും നന്നായിട്ട് അറിയാം. ഇനി എന്തിനാ കരയുന്നേ? നീ ഇതിനൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല അമൂല്യ, ഞാനില്ല കൂടെ. ഇപ്പൊ ഉണ്ടായ ഈ കാര്യം നിന്റെ വീട്ടിലറിയാതെ ഞാൻ നോക്കിക്കോളാം. ചുമ്മാ നീ ടെൻഷൻ അടിക്കണ്ട.
അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ എന്തൊക്കെയോ സംഭവിച്ചു പോയി. നിന്റെ കയ്യിൽ തെറ്റൊന്നുമില്ലല്ലോ. നിന്റെ പേര് പോലും പറയാൻ യോഗ്യതയില്ലാത്ത ആൾക്കാർ നിന്നെ പറ്റി കുറ്റം പറഞ്ഞ് നീ എന്തിനാ കരയുന്നേ?